പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ടാവാം. ഞാൻ തനിച്ചായി പോകുന്നു. ഇന്ന് നേരിടുന്ന ഒരു വലിയ ദുരന്തമാണ് ഭയം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് അമ്മ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന കാര്യമാണ്. യേശയ്യായുടെ പുസ്തകം 49-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനത്തിനായി ഞാൻ വായിക്കുന്നത്. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യേശയ്യ 49-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു ജനമായിരുന്നു ബാബിലോണിൽ പ്രവാസികളായി കഴിഞ്ഞത്. BC 587 സംഭവിച്ചത്. 50 വർഷത്തോളം ബാബിലോണിൽ അടിമകളായവർ കഴിയേണ്ടി വന്നു. വിവിധങ്ങളായ വിശദീകരണങ്ങൾ അവർ കൊടുക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇപ്രകാരം വലിയ ദുരന്തം ഞങ്ങൾക്ക് സംഭവിച്ചു? ദൈവം തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന വഴി നടത്തിയ വലിയ മഹാരാജ്യമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് എന്തുകൊണ്ട് ഈ ദുരന്തം സംഭവിച്ചു? അതിന് കൊടുത്ത ഒരു വിശദീകരണം, തലമുറയായി കുമിഞ്ഞുകൂടിയ പാപത്തിൻ്റെ ഭാരം ഇപ്പോഴേ ഈ തലമുറ അനുഭവിക്കുകയാണ്. പിതാക്കന്മാരുടെ പാപത്തിന് ദൈവം ഞങ്ങളെ ശിക്ഷിക്കുകയാണ് എന്നൊരു കരുതി. ഇനി ഒരിക്കലും രക്ഷയുണ്ടാകാൻ പോകുന്നില്ല. ദൈവം ഞങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കുന്നു. ശിക്ഷ അവസാനത്തേതാണ്, നിത്യശിക്ഷയായി കരുതി. ഇങ്ങനെ ഇനി രക്ഷയില്ല, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികളുടെ അടുക്കിലേക്കാണ് 2-ാം യേശയ്യ എന്നറിയപ്പെടുന്ന യേശയ്യ പ്രവാചകൻ അയക്കപ്പെടുന്നത്. യേശയ്യയുടെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ആശ്വാസത്തിൻ്റെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അവസ്ഥയും ചിലപ്പോഴൊക്കെ ഇങ്ങനെയായി എന്ന് വരാം. എത്ര ശ്രമിച്ചാലും പരാജയം മാത്രം അവശേഷിക്കുന്നു. എത്ര നന്നായിട്ട് ചെയ്താലും ചെയ്യുന്ന പ്രവൃത്തികളിൽ തൃപ്തി ഉണ്ടാവുന്നില്ല, ഫലമുണ്ടാവുന്നില്ല. ജോലികൾ നഷ്ടപ്പെടുന്നു, ബിസിനസ്സുകൾ തകരുന്നു. ഒരു രോഗം മാറുമ്പോൾ വേറൊന്ന്, തലമുറയായി മാറാത്ത രോഗങ്ങൾക്ക് അടിമയായിത്തീരുന്ന വ്യക്തികൾ. ചില കുടുംബങ്ങളിൽ അപകടങ്ങൾ വിട്ടുമാറാതെ തുടരുകയാണ്. ഇങ്ങനെ നിരന്തരമായ പരാജയങ്ങളും അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ചില ധ്യാനപ്രസംഗകർ തന്നെ പറയും, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല, പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണ്. പൂർവികരുടെ പാപത്തിൻ്റെ ഫലം നിങ്ങളെ വേട്ടയാടുകയാണ്. അതിനുവേണ്ടി ഇന്ന പ്രായശ്ചിത്തം, ഇന്ന പ്രാർത്ഥന നിർദ്ദേശങ്ങൾ നൽകും. ഇപ്പോഴും ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ ശാപമാണ്, ശിക്ഷയാണ്, പൂർവികരുടെ പാപത്തിൻ്റെ ശാപമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പലപ്പോഴും കൂടുതൽ എളുപ്പമാണ്. അത് കൂടുതൽ നിരാശയിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷേ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പൂർവികരുടെ പാപത്തിന് വേണ്ടിയിട്ടല്ല ദൈവമാരെ ശിക്ഷിക്കുക. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന പ്രവചനം, ആ പഴഞ്ചൊല്ല് നിങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കേണ്ടി വരില്ല. കാരണം പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങളാണ് പറയുക. ഓരോരുത്തരും അവരവർ ചെയ്ത തെറ്റിൻ്റെ കുറ്റം ശിക്ഷ അനുഭവിച്ചാൽ മതിയാവും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന നേരെ മറിച്ചാണ്. ആദ്യം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും, ഇതൊന്നും തെറ്റല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, അത് കൈക്കൂലി വാങ്ങുന്നതാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണെന്നുണ്ടെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള പാപവും ഇതൊന്നും പാപമല്ല, അത് ഗർഭഛിദ്രം എന്ന കൊലപാതകം പോലും പാപമല്ല എന്ന് ആദ്യം തോന്നുകയും അത് ലാഘവ ബുദ്ധിയോടുകൂടി ചെയ്യുകയും അത് ചെയ്തു കഴിയുമ്പോൾ എന്തോ വലിയ മാരകമായ വിപത്ത് സംഭവിച്ചതുപോലെ നിരാശപ്പെടുകയും ചെയ്യുന്നു. 2 തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ഒന്ന്, ഇതൊന്നും പാപമല്ല എന്ന് വെച്ചാൽ ലാഘവ ബുദ്ധിയോടുകൂടി ഏതു വലിയ തെറ്റും ചെയ്യാനുള്ള ഒരു പ്രലോഭനം. ആ തെറ്റ് ചെയ്തു കഴിയുമ്പോൾ ഇനി നിനക്ക് രക്ഷയില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന നിരാശ. ഇത് രണ്ടും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. പ്രലോഭനങ്ങൾ അതുപോലെ നിരാശയുടേതും പ്രലോഭനം തന്നെയാണ്. അപ്പോൾ ഈ നിരാശ എൻ്റെ പ്രലോഭനമായി വരുമ്പോൾ ഇനി എനിക്ക് രക്ഷയില്ല, എനിക്ക് സഹായത്തിന് ആരുമില്ല എന്നെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിമന്ത്രിച്ച് നാശത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ ശക്തിയാണ്. ഇവിടെ ഓർക്കണം, ദൈവം എന്നെ കൈവിടിയുന്നില്ല. ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല. എൻ്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. മരണത്തേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ഓർക്കുക. നിത്യജീവനിലേക്ക് നയിക്കാനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തലമുറകളുടെ പാപത്തെക്കുറിച്ച് ഭയന്ന് നമ്മൾ നിരാശരാവരുത്. ഓരോരുത്തരും അവരവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കണമെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞു വെക്കുക. പക്ഷേ ആ ശിക്ഷ തന്നെ യേശുക്രിസ്തു ഏറ്റെടുക്കുന്ന കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ പാപങ്ങളാണ് ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ സ്വയം പരിഹാരമായി ബലിയായി അർപ്പിച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാകണം. ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ആദ്യമേ നമുക്ക് ഉണ്ടാവേണ്ടത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എവിടെയാണെങ്കിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടേണ്ട. അമ്മ നിന്നെ മറന്നാലും പെറ്റമ്മ മറന്നാലും
അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവം നമ്മോടുകൂടിയുണ്ട്. ആ ഒരു വിശ്വാസം നമുക്ക് ബോധ്യമാവണം. അത് നമുക്ക് ശക്തിയുടെ ഉറവിടമാകണം.